ഹായ് ചങ്ങാതീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ മൂന്നാർ അടിമാലിയിലേക്കാണ് പോകുന്നത്. ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമ്മുടെ ഫാമിലിയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അടിമാലി റൂട്ടാണ് കേട്ടോ പോകുന്നത്. അവർ നമുക്ക് അയച്ചു തന്ന ഒരു മാപ്പിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മൂന്നാർക്ക് പലതവണ പോയിട്ടുണ്ടെങ്കിലും ഈ റൂട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. സോ വേറെ ഒരു റൂട്ടാണ്, അവർ അയച്ചു തന്ന മാപ്പിലുള്ള റൂട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല നിറച്ചും മരങ്ങളും നല്ലൊരു കാട്ടുകൂടെ പോകുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അത്യാവശ്യം വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അടിമാലി എത്തുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. നമ്മൾ ചിക്കിങ്ങിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. കാരണം കൊച്ചുങ്ങൾക്കൊക്കെ വിശക്കണു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് അടിച്ചിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങുന്നത്. നല്ല വഴിയാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ. ഫുഡോ കുഴിയോ അങ്ങനെയൊന്നുമല്ല, നല്ല നീറ്റ് റോഡാണ്. നമുക്ക് സൂക്ഷിച്ച് പോകണം. റോഡ് നല്ലതാണെന്ന് വിചാരിച്ച് നമ്മളങ്ങ് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ അപകടങ്ങളുണ്ടാവാൻ ചാൻസ് കൂടും. സോ സൂക്ഷിച്ച് പോകണം. റൂട്ട് നല്ല റൂട്ടാണ്. പിന്നെ നമ്മൾ പോയത് ശാന്തി ഹിൽ വ്യൂ റിസോർട്ട് മൂന്നാർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ റിസോർട്ടിൻ്റെ പേര് അടിമാലിയിലാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ ഒരു ഓവർവ്യൂസൊക്കെ കാണിച്ചു തരാം. നല്ല ടേക്ക് കെയറിങ്ങും കാര്യങ്ങളായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റായി, ഒരു 5:30 ഒക്കെ ആയി. നമ്മൾ മോർണിംഗ് നമുക്ക് ഇവിടുന്ന് പോകുമ്പം ഒരു ഇഷ്യൂ വന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. സോ നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 5:30-6 മണിയൊക്കെ ആവാറായി. അതുകൊണ്ട് തന്നെ നമുക്കങ്ങ് രാത്രി ഈവനിങ്ങിലുള്ള ആ ഒരു വൈബ് കുറച്ച് കുറവായിരുന്നു. കാരണം നമ്മളൊരിപ്പോൾ ഒരു 2 o'clock അവിടെ ചെക്ക് ഇൻ ടൈം. അപ്പോൾ ആ ടൈമിനൊക്കെ എത്തിയിരുന്നെങ്കിൽ ഒന്ന് ചില്ല് ചെയ്യാനുള്ള ടൈം പുറത്ത് കിട്ടിയേനെ. പിന്നെ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 4 പേർക്കും സുഖമായിട്ട് കിടക്കാൻ പറ്റി. അത്യാവശ്യം ഒരു കിങ് സൈസ് ബെഡാണുള്ളത്. പിന്നെ വാഷ്റൂമാണ്. പിന്നെ നമുക്ക് കബോർഡ്സ് ഉണ്ട്, നമുക്ക് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് കബോർഡുണ്ട്. വാഷ്റൂം അടിപൊളിയാണ് കേട്ടോ. സ്റ്റില്ലൊക്കെ കൊടുത്തത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ടോയ്ലറ്റും വാഷ് ഏരിയയും വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിരുന്നു സംഭവം. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് AC ഉണ്ട്, അതുപോലെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഒരു മിനി ഫ്രിഡ്ജ്, ഇത് ആ വൈറ്റ് കളറിലെ ആ ബോർഡിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ഒരു റൂമായിരുന്നു. നമ്മൾ പ്രീമിയം കോട്ടേജാണ് കേട്ടോ എടുത്തത്. ഇതാണ് കേട്ടോ ആ റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. എല്ലാ കോട്ടേജും ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു കേട്ടോ. നമ്മൾ ഈ സംഭവം ജൂൺ ജൂലൈ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി പിള്ളേർക്ക് സ്കൂളൊക്കെ തുറന്ന് കുറച്ച് ഫ്രീ ടൈം ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസും നമ്മൾ വിളിച്ചപ്പം ബുക്ക്ഡ് തന്നെയായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഡിന്നർ വന്നത്. അത് നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെയാണ് തന്നത്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ വിചാരിച്ചു എന്തായാലും കുറേ ഫ്രീ ടൈം ഉള്ളതല്ലേ, നമ്മൾ ദം ഷാട്ട്സ് കളിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട് ആൻഡ് ഫാമിലിയാണ്. നമ്മളെല്ലാവരും കൂടിയിരുന്നിട്ട് ദം ഷാട്ട്സ് കളിച്ചു. ഇതിപ്പോൾ ആളെന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തോ മുടി വളർത്തി ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പറഞ്ഞു ക്ലൂവിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ഏതാ പടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അടുത്ത ഊഴം എൻ്റെ ആയിരുന്നു. ഇത് ദുൽഖറിൻ്റെ പടമാണ്. കുറച്ച് ഒരു മിഡിൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അത്രയും ഫ്രഷ് അല്ല, എന്നാൽ വല്ലാണ്ട് ഓൾഡ്. ആൾ തുടക്ക സമയം അവിടെ നിന്ന് കയറി വന്നിട്ടുള്ള ഒരു ടൈമിലായിരുന്നു. അപ്പോഴും ഇടയിൽ കയറി ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ചേട്ടാ അവനെ ചീത്ത പറഞ്ഞ് ഓടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തുടർന്നു. അങ്ങനെ ആൾക്ക് ഈ പോയിൻ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇത് ആൾക്ക് എന്താണെന്ന് പറയാനൊന്നും പറ്റിയില്ല. 2 വേർഡുള്ളൊരു ഒരു ഷോർട്ട് പേരാണ് ആ പടത്തിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കോഴിമുട്ട കാടക്കോഴി കോഴി ഒന്ന് നടനാണോ നടി പറ. നടൻ പുതിയ പടം പഴയ പടം ചിലപ്പോ കോഴി 302 കോഴി 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 1 കഴിഞ്ഞു. അങ്ങനെ ദം ഷാട്ട്സ് ഒക്കെ വളരെ വിജയകരമായി തോറ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ മോർണിംഗ് വ്യൂ.
നല്ല കോടയൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ മൂന്നാർ ടൗൺ പ്രോപ്പർ മൂന്നാർക്ക് എത്തിയിട്ടില്ലല്ലോ. നമ്മുടെ ഹിൽ സ്റ്റേഷൻ എന്ന് പറയാനുള്ള ഒരു മൂഡിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ അടിമാലി സെൻറ്ററിൽ ആണ് ഈ ഒരു ഹോട്ടലിൽ വരുന്നത്. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. രാത്രിയിലത്തെ ഫുഡിൽ കുറച്ച് സ്പൈസി ആയിരുന്നു. അത് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു. രാത്രിയിലത്തെ ഫുഡ് മാത്രം. രാവിലെ നമുക്കുണ്ടായിരുന്നത് ഈ നൂലപ്പം, കടലക്കറി, അതുപോലെ തന്നെ ബ്രെഡ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് എല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഡീസൻ്റ് ആയിരുന്നു. ഇതാണ് പിന്നെ നമ്മുടെ മോർണിംഗ് വ്യൂ വരുന്നത്. ഈ ശാന്തി ഹിൽ വ്യൂ റിസോർട്ട്, അതാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. നിറയെ ഇങ്ങനെ ഈ ഹട്ട് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്, ബീംസൊക്കെ കൊടുത്തിട്ട്. നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ലോക്കൽ സെറ്റപ്പ്, ഒരു തന്നെ ഒരു വലിയൊരു എന്താ പറയുക, മതിപ്പൊന്നും ഇല്ലാത്ത പോലെ തോന്നും നമുക്ക് ഈ ഔട്ടർ പാർട്ട് കാണുമ്പോൾ. പക്ഷേ ഞാൻ റൂം നേരത്തെ കാണിച്ചല്ലോ, നല്ല പ്രീമിയം റൂമുകളാണ്. നമുക്ക് അതിനകത്ത് കയറുമ്പോൾ അയ്യോ ഇതൊരു ഹട്ട് പോലെ ആണല്ലോ എന്നുള്ളതൊന്നും തോന്നില്ല. പിന്നെ നൈസ് വ്യൂ ആണ്. മഴയുണ്ടായിരുന്നു, നമ്മൾ ചെന്ന സമയം കുറച്ച് മഴയുണ്ടായിരുന്നു. അതും ഒരു ഡ്രോബാക്ക് ആയിരുന്നു നമുക്ക്. രാവിലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ചേച്ചി അനിയനൊക്കെ പഞ്ച് പിടിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നമ്മൾ ചെക്കൗട്ടിന് മുമ്പായിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ BTSും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ആകപ്പാടെന്ന് റെഡിയായി വന്ന ഒരു റീല്. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ഷോർട്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ അവിടെ അവരുടെ ആ ഒരു ബോർഡിന് മുമ്പിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അത് നമുക്ക് അവർ അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് ചെയ്ത് തന്നായിരുന്നു. അങ്ങനെ നമ്മുടെ ശാന്തി ഹിൽ വ്യൂ റിസോർട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ വിട്ടത് മാമലക്കണ്ടം റൂട്ടാണ് കേട്ടോ. നമുക്ക് തൃശ്ശൂർക്കാണ് പോകേണ്ടത്. സോ നമ്മൾ മാമലക്കണ്ടം വഴിക്കാണ് വിട്ടത്. അത് നമ്മുടെ ഫ്രണ്ട് പറയും നമുക്ക് മാമലക്കണ്ടം വഴി വിട്ടാലോ എന്ന് ആൾ ചോദിച്ചു. നമ്മൾ പറഞ്ഞാൽ നമ്മളിതുവരെ പോയിട്ടില്ല. സോ നമ്മൾ വിചാരിച്ചു എന്താ പോവാമെന്ന് വിചാരിച്ചു. പക്ഷേ പോവാമെന്ന് പറഞ്ഞത് നമ്മൾ വേണ്ട, നമുക്ക് ലേറ്റ് ആവും, നമ്മൾ വേറെ വഴി പോവാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു നഷ്ടമായേനെ. കണ്ടിരിക്കേണ്ട ഒരു ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. രണ്ട് വഴി, നമുക്ക് റോഡിന് അധികം വീതി ഇല്ല കേട്ടോ. റോഡിന് വീതി കുറവാണ്. പിന്നെ നമുക്ക് റോഡ് അത്ര നല്ല റോഡെന്നൊന്നും പറയാനില്ല. കുറച്ച് സൂക്ഷിച്ച് കുത്തനെയും വളവും ചെരിവൊക്കെ വരുന്നുണ്ട്. സോ സൂക്ഷിച്ച് പോകണം. പിന്നെ ഇടയ്ക്കായിട്ട് നിറയെ ഈ അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡും മരങ്ങളാണ്, വലിയ വലിയ മരങ്ങൾ നിറയെ ഉണ്ട്. ഫോറസ്റ്റ് ഏരിയ ആണ്. ശരിക്കും നമുക്കൊരു കാട്ടിക്കൂടെ പോകുന്നൊരു പ്രതീതിയാണ്. നല്ല ഒരു വൈബായിരുന്നു കേട്ടോ. ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോകണം കേട്ടോ. പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കാറിലാണ് പോയത്. കാറിൽ പോയാലും കുഴപ്പമില്ല. എന്നിരുന്നാലും ബൈക്ക് റൈഡേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ യാത്ര മാമലക്കണ്ടത്ത് എത്തി നിന്നത് ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നെറ്റിച്ചുളുക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. പക്ഷേ ഇത് ഒരു രക്ഷയില്ല. അതാ കണ്ടോ, അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ കണ്ടോ. അത് ഒരു ചെറിയ നല്ലൊരു മഴ പെയ്താൽ തന്നെയും അതിൽ കൂടെ ഇങ്ങനെ അരുവി പോലെ ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. 4 സൈഡിലും മലയാണ് കേട്ടോ ഈ സ്കൂളിൻ്റെ. അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി മുകളിലേക്ക് പോകാൻ പറ്റും. എന്തോ മുനിയറ എന്നൊക്കെ പറഞ്ഞൊരു സ്പോട്ടുണ്ട് അവിടെ. പിന്നെ അതിങ്ങനെ മലയിൽ കൂടെ ഇങ്ങനെ പോകുന്ന റൂട്ട്സ് ഉണ്ട്. നമ്മൾ ലേറ്റ് ആയ കാരണം നമ്മൾ പോയില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് വിടാനുള്ള പരിപാടിയായി. ഈ കാഴ്ച ഞാനിപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നോക്കുമ്പോൾ ഇപ്പം വളരെ ഡീസൻ്റായിട്ട് ചേട്ടൻ്റെ കൂടെ തന്നെ പോകുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ട ആൾ പിന്നെ അടുത്ത പഞ്ചായത്ത് നോക്കിയാൽ മതി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇവനെ ചേട്ടൻ ഇങ്ങനെ ഹുക്ക് ചെയ്ത് പിടിച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് ആൾ നല്ല ഡീസൻ്റായി നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ ഈ അരുവി. നമ്മളിത് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഫ്രണ്ട് പറഞ്ഞ ആ ഒരു ഇതിൽ പോയ കാരണം നമ്മൾ വെള്ളത്തിലിറങ്ങാൻ നനഞ്ഞു കഴിഞ്ഞാൽ മാറാനുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്കൊരു നഷ്ടമായിട്ട് തോന്നി. പക്ഷെ കാലൊക്കെ വെള്ളത്തിലിടുമ്പോൾ തന്നെ എന്താ സുഖം എന്നറിയോ. ആ പാലമില്ലേ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാലം, അതിനെന്തോ പേര് പറയും, എനിക്ക് കറക്റ്റായിട്ട് പേര് എന്താണെന്ന് അറിയില്ല. അവിടെയൊക്കെ ആൾക്കാർ നിറയെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വേറൊരു വീഡിയോ എടുത്തതിലുണ്ടായിരുന്നു. കുറേ ചേട്ടന്മാരൊക്കെ അവിടെ വന്ന്, നല്ല ഒഴുക്കുണ്ട്, സേഫാണ്, നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കുറേ ചേട്ടന്മാരൊക്കെ വന്നിരുന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ മാമലക്കണ്ടത്തേക്ക് ആ ഹൈസ്കൂളിൻ്റെ അവിടേക്ക് എത്തുന്ന വരെയുള്ള വഴി കുറച്ച് നേരമാണെങ്കിലും നമ്മളത് കഴിഞ്ഞ് വിടുന്ന കോതമംഗലം സെൻട്രലിലേക്കുള്ള റൂട്ട് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നല്ല വൈഡ് റോഡുകളാണ്. ദെൻ സ്ട്രെയിറ്റ് ടു തൃശ്ശൂർ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ.